ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 16 മില്യൺ ആളുകൾ കണ്ടിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മുഗളായി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റ് ആട്ടോ. നെയ്ച്ചോറ്, പത്തിരി, പൊറാട്ട, പൂരി, ബട്ടർ നാൻ ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പി കേട്ടോ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാകും. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കനാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്, കഴുകിയിട്ട് ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ചിലരിത് ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കലുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ കഴുകി വെച്ചിട്ട് ചിക്കൻ നമ്മൾ മസാല തയ്യാറാക്കിയതിലേക്ക് ഇടുക ചെയ്യുന്നത് കേട്ടോ. ഞാനിത് മസാല പിടിപ്പിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 വലിയ ഉള്ളിയാണ് കേട്ടോ. ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ഒരു 20 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ പകുതിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വലിയുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കും. അതുപോലെ അണ്ടിപ്പരിപ്പ് ഒന്ന് പേസ്റ്റാക്കി എടുക്കും ചെയ്യാം. വലിയുള്ളി നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടോ. ഈ രീതിയിൽ വേണം ചോപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. അതുപോലെ ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നത് അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർത്തിയിട്ട് വേണം കേട്ടോ അരക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. നേരത്തെ വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇതിൽ നിന്ന് പകുതിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഒരുപാട് ചേർത്ത് പോയാൽ ഒരുപാട് അങ്ങ് തിക്കായി പോകട്ടോ നമ്മുടെ ഗ്രേവി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിൽ വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തെടുത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ പേസ്റ്റിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഴുകി വാർത്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരുപാടങ്ങ് പൊടിക്കാതെ ഇതുപോലെ ചേർത്ത് കൊടുത്ത് നമുക്കത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എരിവിനായിട്ട്. ഞാനിവിടെ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മക്കൾക്ക് കഴിക്കേണ്ടതുകൊണ്ട് ഇവിടെയുള്ള പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ചേർത്തിട്ടില്ല കേട്ടോ. അതുപോലെ ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ച സോസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ സോസിന് പകരം മധുരം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തൈര് ചേർത്തതിന് ശേഷം ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. അതിനായിട്ട് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് അരച്ചെടുത്തില്ല, ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ തിക്ക് വേണ്ടത് അതിനനുസരിച്ച്, ഗ്രേവി വേണ്ടതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ ഇവിടെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒറിഗാനും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ 2 പച്ചമുളക് നടുകെ കീറിയതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുഗളായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് പൊറാട്ട, പത്തിരി, ബട്ടർ നാൻ, അതുപോലെ നെയ്ച്ചോറ് എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.